അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കരച്ചില് കൂട്ടക്കരച്ചില്. എന്താ തങ്ങളൊരു സന്തോഷം, സാധാരണ ഉപയോഗിക്കാത്ത വാക്കുകൾ എന്നൊക്കെയല്ല നിങ്ങൾ ചോദിക്കാൻ വരുന്നത്. ഈ സമയത്ത് സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ ഏത് സമയത്താണ് സന്തോഷിക്കുക? ജലദോഷം പനിയൊക്കെ പിടിച്ചിട്ട് സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, ക്ഷമിക്കുക. കാരണം ബദരീങ്ങളെ ആണ്ടാണ് വരുന്നത്. ബദരീങ്ങളെ ആണ്ട് എന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതൊരു പവറാണ്. കാരണം നമ്മൾ നോക്കുന്ന നോമ്പ് പോലെ നോക്കിയിട്ടല്ല ബദരീങ്ങൾ യുദ്ധത്തിന് പോയത്. അന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല. നമ്മുടെ അവസ്ഥ എന്താ ഇന്ന്? നമുക്ക് ഒരു നോമ്പ് പൂർത്തിയാക്കാൻ വളരെ കഷ്ടപ്പാടാ. നമ്മൾ നോമ്പ് മുറിക്കുമ്പം തന്നെ ആ ഈത്തപ്പഴവും വെള്ളവും കഴിക്കുന്നതിനോടൊപ്പം ഫ്രൂട്ട്സുകളും എണ്ണ പലഹാരങ്ങളുമായിട്ട് ഒരുപാട് കഴിക്കാനുണ്ടാകും. അത് കഴിഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ വിശാലമായി വിഭവങ്ങളായ പലതരം ഭക്ഷണങ്ങൾ. അത് കഴിഞ്ഞ് തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഭക്ഷണം. അത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് അത്താഴത്തിന് വീണ്ടും ഭക്ഷണം. ഇങ്ങനെ ഭക്ഷണം ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്. എന്നിട്ടും വൈകുന്നേരം ആകുമ്പോഴത്തേനും കുഴഞ്ഞു പോവുകയാണ്. പക്ഷെ ബദരീങ്ങൾ എങ്ങനെയായിരുന്നു? അവര് ചിലപ്പോൾ ഈ നോമ്പ് തുറക്കുമ്പോൾ ഉപയോഗിച്ച വെറും ഈത്തപ്പഴമായിരിക്കും അവരുടെ പള്ളയിൽ ഉണ്ടാവുക. ബാക്കി മുഴുവൻ സമയവും അവര് ആരാധനയിലാണ്, അവര് ഇബാദത്തിലാണ്. എന്നിട്ടാണ് പിറ്റേ ദിവസം വീണ്ടും നോമ്പ് നോക്കുന്നത്. ചിലപ്പോ അത്താഴത്തിന് പോലും ഭക്ഷണം ഉണ്ടായിന്ന് വരില്ല. അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ ഇതാണ്: കാരക്ക, അതുപോലെ തന്നെ വെള്ളം. ഭക്ഷണം ഈ മാംസമായിട്ടൊക്കെ കിട്ടുന്നത് വളരെ അപൂർവമാണ്. എന്നിട്ടും അവർ ഈ പട്ടിണി കിടന്നിട്ട് ആ ബദർ പോർക്കളത്തിൽ പോയിട്ട് യുദ്ധം ചെയ്ത് ഷഹീദായിട്ടുണ്ടെങ്കിൽ, ഷഹീദാവാത്ത ആളുകളും അവർ ബദരീങ്ങളാണ്. ഷഹീദായവരും ആവാത്തവരും ഒക്കെ അവർ ബദരീങ്ങളാണ്. അവരുടെ പേര് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരുടെ പേരായി പറയേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല കൂട്ടക്കരച്ചില് എന്ന്. ഇപ്പൊ കാണാം നമുക്ക് കൂട്ടക്കരച്ചില്. റബീഉൽ അവ്വൽ വരുമ്പോ അവർ കരയും, ബദരീങ്ങൾ ആണ്ട് വരുമ്പോ കരയും, ഇസ്രാ മിഅ്റാജ് വരുമ്പോ കരയും. എന്തിനാ? അത് ചെയ്യരുതേ, അത് ചെയ്താൽ ശിർക്കാണ്. അല്ലാഹു തആല ഏകനാണ്, അല്ലെ? അല്ലാഹു തആല ലക്ഷക്കണക്കിന് അംബിയ മുർസലുകളെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ 25 നബിമാരുടെ പേര് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അവിടെ എല്ലാ നബിമാരെയും അല്ലാഹു തആല അഭിസംബോധന ചെയ്തത് എങ്ങനെയാ? യാ മൂസ, യാ ഈസ, യാ സക്കരിയ, ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അല്ലാഹു തആലക്ക് അങ്ങനെ വിളിക്കാം, നമുക്ക് പാടില്ല. കാരണം എന്താ? അവരൊക്കെ അമ്പിയാക്കളാ. നമ്മൾ വിളിക്കുമ്പോ യാ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം, അല്ലെങ്കിൽ യാ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം, ഇങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തു പോലും അല്ലാഹു തആല യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? അല്ലാഹു തആലക്ക് അറിയാം ഇത് സാധാരണ നബിമാരെ പോലെയല്ല, എല്ലാ നബിമാരെക്കാളും ശ്രേഷ്ഠതയുള്ള നബിയാണിത്, അള്ളാഹുവിന്റെ ഹബീബാണ്. അതുകൊണ്ട് യാ മുഹമ്മദ് എന്ന് അല്ലാഹു തആല വിളിച്ചിട്ടില്ല. എന്താ വിളിച്ചത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അതല്ലേ സൂറത്തുൽ ഫത്ഹിലല്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്തുൽ ഫത്ഹിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത്. അതുപോലെ തന്നെ യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൽ മുസമ്മിൽ, ഇങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത് അല്ലാഹു പോലും. പക്ഷേ ഇവിടെയുള്ള ചില ആളുകൾ പറയുന്നത് അത് സാധാരണയുള്ള ഒരു മനുഷ്യനാണ്. അല്ലാഹു തആല ബഹുമാനിച്ച, അല്ലാഹു തആല ആദരിച്ച, അല്ലാഹു പോലും പേരെടുത്ത് വിളിക്കാത്ത ആ നബി എങ്ങനെയാ സാധാരണ മനുഷ്യനാവുക? ഇത് ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്ക് അല്ലാഹു തആല തന്നിട്ടില്ലേ? പക്ഷെ ഈ കള്ള അർത്ഥം വെച്ചിട്ട് പഠിപ്പിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അവര് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കൂല്ല. അങ്ങനെയാണത്. ആ ഒരു ആശയം മനസ്സിൽ വന്നാൽ അത് പിന്നെ പോകൂല. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അല്ലെങ്കിൽ മറ്റ് അമ്പിയാക്കളുടെ മദ്ഹൊക്കെ അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെന്താ നമുക്ക് പറഞ്ഞൂടെ?
ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ പങ്കെടുത്ത ആളല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദരീങ്ങളിൽപ്പെട്ട ആളല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മദ്ഹ് പറയാൻ വേണ്ടി പറഞ്ഞില്ലേ? അതറിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം മദ്ഹ് പറയാൻ വേണ്ടി ബാക്കിയുള്ള ആളുകളെ സ്വഹാബത്തിനെ ഏൽപ്പിച്ചതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ബൈത്താക്കിയിട്ട് പാടാൻ പറഞ്ഞതും ഇതൊന്നും അറിയില്ല. നമ്മൾ അതല്ല പറയുന്നത്. അത് ഗദ്യത്തിലൂടെ പറഞ്ഞാലും പദ്യത്തിലൂടെ പറഞ്ഞാലും പ്രസംഗിച്ചാലും പാട്ടുപാടിയാലും ഒക്കെ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹാണ്. അത് ഹദീസ് അടക്കം ജസ്റ്റ് നിങ്ങൾ കേട്ടു നോക്ക്. മൗലീദ് ചൊല്ലാൻ പാടുണ്ടോ? മദ്ഹ് ചൊല്ലാൻ ഹദീസിലുണ്ടോ? നബി തങ്ങളുടെ കാലത്ത് തന്നെ റസൂലിന്റെ മദ്ഹ് പാടുന്ന സദസ്സുകൾ ഉണ്ടായിട്ടുള്ളതായി പല ഹദീസുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിന്? സ്വഹീഹായ എല്ലാവരും അംഗീകരിക്കുന്ന ഇമാം തിർമിദി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നോക്കൂ. ജലസ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തദിറൂനഹു ഖാല ഫഖറജ ഹത്താ ഇദാ സമിഅഹു ഇങ്ങനെ തുടങ്ങി നീണ്ടുപോകുന്നു. എന്താണ് പറയുന്നത്? സ്വഹാബാക്കൾ ഒരുമിച്ചിരുന്ന് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ മദ്ഹുകൾ പറയുന്ന ഒരു സദസ്സിലേക്ക് മുത്തുനബി തങ്ങൾ കടന്നു വരികയും എന്നിട്ട് അവർ പറഞ്ഞ മദ്ഹുകൾക്ക് കൂടെ തന്റെ പ്രകീർത്തനങ്ങൾക്ക് കൂടെ സമ്മതം കൊടുക്കുകയും ചെയ്യുന്ന രംഗം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് ഈ ഹദീസിൽ നമുക്ക് കാണാം. കഅബ് ബിൻ സുഹൈർ തങ്ങൾക്ക് മദ്ഹ് പാടിയതിന് സമ്മാനം കൊടുത്തതും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മദ്ഹ് പറയാൻ മിമ്പർ വരെ ഒരുക്കി കൊടുത്തതുമെല്ലാം വിവിധ ഹദീസുകളിൽ കാണാവുന്നതാണ്. സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹുവിന് റസൂൽ തങ്ങൾ മദ്ഹ് പറയാൻ ആശീർവാദം കൊടുത്തതും നാട്ടിൽ പോയി പാടാൻ പറഞ്ഞതുമായ ഒരു സംഭവം ഹാഫിദ് ഇബ്നു കത്തീർ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ റസൂലിന്റെ മദ്ഹ് പാടുന്നതും പറയുന്നതുമായ ഒരു സംഭവം മാത്രമാണ് ഈ മൗലിദ്. ഇങ്ങനെ തിരുജന്മത്തിൽ സന്തോഷിച്ച് ഒരുമിച്ച് കൂടലും ഭക്ഷണം നൽകലും മറ്റു എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യലും നമുക്ക് സുന്നത്താണെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അൽ ഹാവിലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? ഈ ഹദീസൊക്കെ സ്വഹീഹായ ഹദീസുകൾ വരുന്ന സ്വഹീഹുൽ ബുഖാരിയിലും അല്ലെങ്കിൽ തുർമുദിയിലും സ്വഹീഹുൽ മുസ്ലിമിലൊക്കെ വരുന്ന ഹദീസല്ലേ? അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ വേണ്ടി പറഞ്ഞ ഹദീസ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹായുടെ മദ്ഹ് പറഞ്ഞില്ലേ? അവിടുത്തെ വഫാത്തിന് ശേഷമല്ലേ പറഞ്ഞത്? മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹായുടെ പേരിൽ ആടറുത്തിട്ട് മാംസം വിതരണം ചെയ്തില്ലേ? നമ്മൾ ബദരീങ്ങളുടെ പേരും പറഞ്ഞിട്ട് മാംസം വിതരണം ചെയ്താൽ അത് ശിർക്ക് അല്ലെ? ഞങ്ങൾ ചെയ്യുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചതാ. മഹാന്മാരുടെ മദ്ഹ് പറഞ്ഞിട്ട് അവരുടെ പേരിൽ മാംസം വിതരണം ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചതാ. ഇനി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് സ്വഹാബത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? സ്വഹീഹ് ബുഖാരിയിൽ ഉള്ള ഹദീസ് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാം മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. ഫഖാൽ എന്നിട്ട് പറഞ്ഞു, മാ തഅദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും, നിങ്ങളിൽ ബദറിൽ പങ്കെടുത്ത ആൾക്കാർക്ക് നിങ്ങൾക്കിടയിലുള്ള പരിഗണന എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അഫ്ദലിൽ മുസ്ലിമീൻ, വിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണവർ. ഔ കലിമത്തൻ നഹ്വ, ഇതുപോലെയുള്ള ഒരു വാക്ക് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം തിരിച്ചു പറയാണ്, വകദാലിക മൻ ശഹിദ ബദറൻ മിനൽ മലായിക, മലക്കുകളിൽ ബദറിൽ പങ്കെടുത്തവർക്ക് ഇതുപോലുള്ള സ്ഥാനം തന്നെയാണ് വാനലോകത്തുള്ളത്. ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ ബദരീങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ പറയാണ്, ബദറിലേക്ക് മാലാഖമാർ ഇറങ്ങിയിരുന്നല്ലോ അവരെ സഹായിക്കാൻ വേണ്ടി. മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ ഇങ്ങനെ ബദറിലേക്ക് ഇറങ്ങിയവരാണെന്ന് ജിബ്രീൽ അലൈഹി സ്വലാം പറയുമ്പോൾ മാത്രം ശ്രേഷ്ഠതയുള്ള ഒരു വിഭാഗമാണ് ബദരി. ഇനി ഇവരുടെ ഒരു വൈരുദ്ധ്യം നോക്കണം നിങ്ങൾ. അതായത് നമ്മൾ ഒരു മക്ബറയിൽ ഉറൂസ് കഴിക്കുമ്പോൾ, മക്ബറയിൽ പോയിട്ട് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ ഇവർ ചോദിക്കുന്ന എന്താ അറിയോ? നിങ്ങൾ ഈ മക്ബറയിൽ വന്നിട്ട് ഇങ്ങനെ സിയാറത്ത് ചെയ്യുന്ന, മക്ബറയിൽ കിടക്കുന്ന ഔലിയാക്കന്മാരെല്ലാം നിങ്ങൾ ഇങ്ങനെ മദ്ഹ് പറയുന്നു. എന്നാൽ ഇവരൊക്കെ വലിയ സ്ഥാനത്തുള്ള വലിയ ഔലിയാക്കളാണല്ലോ സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ ഒന്നും മദ്ഹ് എന്താ നിങ്ങൾ പറയാത്തതെന്ന്. എന്നാലോ ഇവിടെ അസ്ഹാബുൽ ബദരീങ്ങളുടെ മൗലിദ് പറയുമ്പോൾ അത് പാടില്ല. ഇത് പറഞ്ഞാൽ എവിടെ എത്തുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. കാരണം എന്താ? ഒക്കെ തെളിവാണ് നമ്മളെ കയ്യിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും പരിഗണിക്കാത്ത ആളുകളോട് ഒന്നും പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. എന്നാലോ ബദരീങ്ങളെ ബഹുമാനിച്ചിട്ട് അവരുടെ മദ്ഹ് പറഞ്ഞിട്ട് മാംസം വിതരണം ചെയ്യുന്നതിനൊക്കെ നമുക്ക് തെളിവുകളുണ്ട്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചതാണ്. അവിടുന്ന് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹായുടെ മദ്ഹ് പറയുകയും അവിടുന്ന് ആടിനറുത്ത് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ചില തെളിവുകളും കൂടെ നിങ്ങൾ കണ്ടു നോക്ക്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു കല്യാണത്തിന് പോവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെല്ലുമ്പോൾ ചെറിയ കുട്ടികൾ ഇങ്ങനെ ദഫ് മുട്ടിയിട്ട് ബദരീങ്ങളുടെ മൗലിദ് ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. പുണ്യനബിയെ കണ്ട മാത്രയിൽ കുട്ടികൾ മൗലിദ് നിന്ന് മാറ്റിയിട്ട് മുത്തുനബിയെ കുറിച്ച് മദ്ഹ് ചെയ്യാൻ തുടങ്ങി. നിർത്ത് നേരത്തെ ചൊല്ലിയ ബദരീങ്ങളുടെ മദ്ഹ് ഉണ്ടല്ലോ, അത് പാടുവാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് പറയാൻ അത്രമേൽ ഇഷ്ടമായിരുന്നു മുത്തുനബിക്ക് ബദരീങ്ങളുടെ മദ്ഹ്. ആ മദ്ഹിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പുണ്യ റസൂലിന്റെ ഇഷ്ടത്തെ അംഗീകരിക്കലാണ്. അത് അംഗീകരിക്കുന്നവരാണ് അഹ്ലുസുന്നയുടെ മഹത്തായ പാതകത്തിലുള്ളവർ. അല്ലാത്തവരൊക്കെ പുത്തൻവാദികളാണ്. അവരുടെ മാതവുമായി നടക്കട്ടെ. നമുക്ക് ചൊല്ലാം അഷ്റഫുൽ ഖൽഖിന്റെ അസ്ഹാബുൽ ബദരീങ്ങളുടെ മനോഹരമായ മദ്ഹിന്റെ ഈരടി. ഇവിടെ നിങ്ങൾക്ക് ഏതാണ് പ്രശ്നം? മദ്ഹ് പറയുന്നതാണോ പ്രശ്നം? അല്ല മാംസം വിതരണം ചെയ്യുന്നതാണോ പ്രശ്നം? അല്ല അന്നദാനം നടത്തുന്നതാണോ പ്രശ്നം? എന്താണ് പ്രശ്നം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ കാര്യം എന്താണ്?
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്നാണ്. എന്താ? നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. അപ്പൊ ഈ ഭക്ഷണ വിതരണമല്ലേ ഞങ്ങൾ ചെയ്യുന്നത്? അത് മൗലിദ് ചൊല്ലിയിട്ട് കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പൊ അവിടെ മദ്ഹ് പറയലായി, ഭക്ഷണം കൊടുക്കലായി, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ വരുന്നത്? അതും പള്ളിയിലിരുന്ന് ചൊല്ലുമ്പോൾ അത്ര സമയം പള്ളിയിലിരുന്നതായി. ഇതൊക്കെ കൂടിയിട്ടുള്ള വലിയ ഒരു നന്മയാണ് ഞങ്ങൾ ആ ചെയ്യുന്നുള്ളത്. ഈ സമയത്ത് അതൊക്കെ ശിർക്കാണ് എന്ന് പറയുന്ന നിങ്ങളോട് എന്താണ് ഞങ്ങൾ പറയണ്ടേ? മാത്രമല്ല അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, ഞാനും എൻ്റെ മലക്കുകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്വലാത്തും സലാമും ചെല്ലണേ എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ. ആ സ്വലാത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ, പള്ളിയിലിരുന്ന് സ്വലാത്ത് ചെല്ലുമ്പോൾ, പള്ളിയിൽ അങ്ങനെ ഇരുന്ന് സ്വലാത്ത് ചെല്ലാൻ പാടില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 10 സ്വലാത്ത്, നിസ്കാരത്തിന് ശേഷം സ്വലാത്ത് ചെല്ലാൻ പാടില്ല. കൂട്ടമായിരുന്ന് സ്വലാത്ത് അങ്ങനെ കൂട്ടമായിരുന്ന് സ്വലാത്ത് ചെല്ലാൻ പാടില്ല. സ്വലാത്ത് ഹൽക്ക അങ്ങനെ സംഘടിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്ന് കൂട്ടമായിട്ട് ചെല്ലാൻ പാടില്ല. പിന്നെ എപ്പോഴായി സ്വലാത്ത് ചെല്ലേണ്ടത്? ഞങ്ങളും സ്വലാത്ത് ചെല്ലുന്നവരാണ്, ഞങ്ങൾ സ്വലാത്തിനെതിരല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴായി സ്വലാത്ത് ചെല്ലുന്നുള്ളത്? ഈ നിസ്കാരത്തിന് ശേഷം സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അത് ചെല്ലുമ്പോൾ നിസ്കാരത്തിന് ശേഷം സ്വലാത്ത് ചെല്ലാൻ പാടില്ല. ഇനി വേറെ എവിടെയെങ്കിലും ഇരുന്ന് ചെല്ലാം, അങ്ങനെ കൂട്ടായിട്ട് ഇരുന്ന് ചെല്ലാൻ പാടില്ല. പിന്നെ എപ്പോൾ ചെല്ലാനുള്ളതാണ് ഈ സ്വലാത്ത്? ഞങ്ങളുടെ വിശ്വാസപ്രകാരമാണെങ്കിൽ നജസുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ മോശമായ സ്ഥലങ്ങളൊന്നും അല്ലാത്ത ശുദ്ധിയായിരിക്കെ ഏത് സമയത്തും ചെല്ലാം. ശുദ്ധിയായിരിക്കെ എന്ന് പറയാൻ കാരണം ഈ നജസുമായി ബന്ധപ്പെടുന്ന കാര്യമാണ്. അല്ലാതെ ഇനി കുളി നിർബന്ധമാകുന്ന അങ്ങനെയുള്ള വലിയ അശുദ്ധിക്കാരനാണെങ്കിലും ചെറിയ അശുദ്ധിക്കാരനാണെങ്കിലും സ്വലാത്ത് എപ്പോഴും ചെല്ലാം, ഏത് സമയത്തും ചൊല്ലണം എന്ന് പറയുന്നവരാണ് ഞങ്ങൾ. അതൊക്കെ പോട്ടെ. അപ്പൊ ഏതായാലും ബദർ മൗലൂദ് കഴിക്കാനും ബദരീങ്ങളെ മദ്ഹ് പറയാനും അവിടത്തേക്ക് മാംസം കൊടുക്കാനും ഒക്കെ നമുക്ക് തെളിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലും പരിഗണിക്കാത്ത ആളുകളോട് നമുക്കൊന്നും പറയാനില്ല. അവരെ പരിഗണിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ധാരാളം മതിയാവുകയും ചെയ്യും. അല്ലാഹു തആല മഹാന്മാരെയൊക്കെ ഇഷ്ടപ്പെടുന്ന, അവരുടെ സ്നേഹം നമുക്ക് ലഭിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.